പ്രൈസ് ലോർഡ്. ഈ 2023 വർഷം ഓഗസ്റ്റ് മാസത്തിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച 25-ാം ദിവസം ദിവസം ഇങ്ങനെ ആയിരിക്കാൻ കർത്താവ് ഞങ്ങൾക്ക് കുടുംബമായി നൽകിയ സാവകാശോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. എൻ്റെ പേര് രാകേഷാണ്. എൻ്റെ സ്വദേശം ആലുവയിലും എൻ്റെ ഭാര്യയുടെ സ്വദേശം തിരുവല്ലയാണ്. ഭാര്യയുടെ പേര് റെനി. ഞങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ സഭായോഗത്തിന് വന്നായിരുന്നു. എന്നാൽ ഞങ്ങൾക്ക് സഭായോഗം കഴിഞ്ഞ് വേഗത്തിൽ പോകാനുള്ള തിടുക്കമുണ്ടായതുകൊണ്ട് പാസ്റ്ററെ പരിചയപ്പെടാൻ സാവകാശം ലഭിച്ചില്ല. എന്നാൽ എനിക്ക് പാസ്റ്ററെ അറിയാം. കോവിഡിൻ്റെ സമയത്ത് പല സൂം മീറ്റിങ്ങിലും പാസ്റ്ററിൻ്റെ ശുശ്രൂഷ അനുഭവിച്ചിട്ടുണ്ട്. അതോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ഞങ്ങൾ അറിയുന്ന തൊടുപുഴയിൽ തട്ടക്കുഴയിലായിരിക്കുന്ന ജോയ് പാസ്റ്റർ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോഴാണ് എന്നോട് ഇങ്ങനെ പറഞ്ഞു, ജോയ് പാസ്റ്റർ അതും ജോയാണ് ഇതും ജോയാണ്, പാസ്റ്റർ ഇവിടെ ഉണ്ട്. എന്നാൽ പെട്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്കത് ഈ മുഖം ഞാൻ ഉദ്ദേശിച്ച മുഖം തന്നെയാണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. എന്നാൽ ഞായറാഴ്ച വന്നപ്പോൾ കണ്ടപ്പോൾ സന്തോഷം തോന്നി. അന്നത്തെ ശുശ്രൂഷ ഞങ്ങൾക്ക് ഒരുപോലെ അനുഗ്രഹമായിരുന്നു. കർത്താവ് ദേവദാസനെയും കുടുംബത്തെയും കൂടുതലായി സഹായിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഇവിടെ ആയിരിക്കും ദൈവസഭയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവ് നമ്മളെ ഇത്രത്തോളം വഴി നടത്തി ഓർത്താൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. വചനം പറയുന്ന പോലെ സ്തോത്രം വീഴാതോണം നമ്മെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ കഴിവുള്ള ശക്തിയുള്ള വിശ്വസനായ ഒരു കർത്താവിനെ പിൻപറ്റുവാൻ കർത്താവ് നമ്മോട് കാണിച്ച കരുണയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്ന പകൽ ഇത്രയെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഇവിടെ കടന്നു വരുവാനുള്ള മനസ്സ് കർത്താവ് നിങ്ങൾക്ക് നൽകി. മാത്രമല്ല മനസ്സിനെ അനുസരിച്ച് വരുവാൻ നിങ്ങൾ കാണിച്ച സ്നേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ഇന്നു മുതൽ എല്ലാ കുഞ്ഞുങ്ങൾക്കും അവധിക്കാലമാണല്ലോ. എങ്കിലും അവധിക്കാലത്തിൻ്റെ ഈ പ്രാരംഭ ദിവസം ദൈവസഭയിൽ വന്ന് പ്രാർത്ഥിപ്പാൻ, നിങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിലും പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാൻ കർത്താവ് ദൈവം നിങ്ങളോട് കാണിച്ച കരുണയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവ് ധാരാളം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന ദിവസങ്ങൾ ഈ ഏകദേശം 10 ദിവസം ഉണ്ടല്ലോ. അത് എല്ലായിടത്തും പറയുന്ന പോലെ ക്രിസ്മസും ഓണസമയമാകുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾക്ക് എല്ലാം ഒരു പരിപാടിയുണ്ട്. ക്രിസ്മസ് ആണെങ്കിൽ കേക്ക് കഴിക്കാൻ പോകും. നമ്മുടെ വീട്ടിൽ കേക്കില്ല, പക്ഷേ ഇപ്പോൾ നമ്മുടെ വീട്ടിലും കേക്ക് ആക്കാൻ തുടങ്ങി. കേക്കൊക്കെ നമ്മൾ ഉപേക്ഷിച്ച, പക്ഷേ വീണ്ടും കേക്കും അതുപോലെ അത് പിന്നെയും പോട്ടെ. സ്തോത്രം. ഓണമാകുമ്പോഴത്തേക്ക് ഓണസദ്യ കഴിക്കാൻ വേണ്ടി പോകുന്ന ഒരു തിടുക്കമാണ് എല്ലായിടത്തും കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല ഈ ഫേസ്ബുക്കും വാട്സാപ്പുകളിലുണ്ട് ഓണകാലം ആകുമ്പോഴത്തേക്ക് ഏറ്റവും അധികം പറയുന്നത് ക്ഷമിക്കണം, പാസ്റ്റർമാരാണ് ആദ്യം തന്നെ ഓണ ആശംസകൾ അയക്കുന്നത്. ഇപ്പോൾ വിശ്വാസികാരും പറയണ്ടല്ലോ, പാസ്റ്റർമാർ പോലെ ആദ്യം ഹാപ്പി ക്രിസ്മസും അതുപോലെ ഓണത്തിന് ആശംസകളൊക്കെ അയക്കുന്നു, സ്റ്റാറ്റസിലൊക്കെ പല കാര്യം ഇടുന്നു അവരാകുന്നു. എന്നാൽ കർത്താവ് നമ്മൾ ഒരിക്കലായി ദേവദാസൻ പ്രാർത്ഥനയിൽ ഓർപ്പിച്ചാൽ നാം ലോകത്തെ വിട്ടവരാണ്. വീണ്ടും ലോകത്തോട് അനുപരായി തീരാൻ വേണ്ടിയല്ല, യേശു ക്രിസ്തുവിനോട് ചേരാൻ വേണ്ടിയാണ് കർത്താവ് നമ്മളെ വിളിച്ച് വേർതിരിച്ചത്. ആ വിശ്വാസത്തിലും നാം അറിഞ്ഞ ആ സത്യത്തിന് വേണ്ടി പൂർണ്ണമായി നിൽപ്പാൻ ദൈവാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ഇവിടെ വന്നപ്പോഴാണ് ആലങ്ങാടായിരിക്കുന്ന സ്വന്തം ആശാസോയുടെ പിതാവിനെ കാണാൻ ഇടവന്നത്. വർഷങ്ങളായിട്ടുള്ള ഒരു ആത്മീയ ബന്ധം ആശാസൗരിയും ബാബു ഇപ്പോൾ പാസ്റ്ററായിരിക്കുന്ന ബാബു പാസ്റ്റർ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ഏകദേശം 18 വർഷത്തോളമായി അവരായിട്ടുള്ള ബന്ധം. ഇവിടെ മാതൃസഭ ഇവിടെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഓർമ്മയിലില്ലായിരുന്നു. സ്തോത്രം ഇവിടെ വന്നപ്പോൾ പക്ഷെ എന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി. കർത്താവ് അവിടെ ആലങ്ങാട്ടിലെ പുതിയ പ്രവർത്തന കർത്താവ് അനുഗ്രഹിക്കും, സഹായിക്കും ചെയ്യട്ടെ. കർത്താവിൻ്റെ വേലയിൽ ആയിരിക്കാൻ ഞങ്ങളെയും കഴിഞ്ഞ 20 വർഷമായി കർത്താവ് സഹായിച്ചു ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്ന. 1991 ഏപ്രിൽ മാസത്തിൽ 19-ാം തീയതി രക്ഷിക്കപ്പെടുവാൻ കർത്താവ് എന്നോട് കാണിച്ച കരുണയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്ന. ഒരു CSI യാക്കോബായ പശ്ചാത്തലമാണ് ഞാൻ വളർത്തപ്പെട്ടത്. എന്നാൽ അവിടെ തന്നെ പല CSI ആയതുകൊണ്ട് പല സത്യങ്ങൾ അറിയുവാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥമായ സത്യം അറിഞ്ഞ് കർത്താവായ യേശു രക്ഷിതാവായി സ്വീകരിപ്പാനും 1991 മെയ് മാസം 12-ാം തീയതി ആലുവയിലായിരിക്കുന്ന ഈ സഭയിൽ സ്നാനപ്പെടുവാൻ കർത്താവ് ഞങ്ങൾക്ക് കുടുംബമായി നൽകിയ സാവകാശത്തെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്ന. കുടുംബം എന്ന് പറയുമ്പോൾ എൻ്റെ പപ്പയും മമ്മിയും എൻ്റെ അനിയനും ഞാൻ മാത്രമേ ഉള്ളൂ. അതിൽ എൻ്റെ പപ്പയും മമ്മിയും ഡാഡിയും മമ്മിയും അനിയനും അവർ മെയ് മാസം 4-ാം തീയതി അവർ സ്നാനപ്പെട്ടു. അതിന് കുറച്ച് 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് ഞാൻ സ്നാനപ്പെടുന്നത്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത്. സ്നാനപ്പെട്ടപ്പോൾ തന്നെ എനിക്കും എൻ്റെ അനിയനും കർത്താവ് നൽകിയ ഒരു കാഴ്ചപ്പാടായിരുന്നു, കർത്താവിന് വേലയ്ക്ക് വേണ്ടി പോകണം. വേല എന്താണ്, പെന്തക്കോസ് എന്താണ് ഒന്നും അറിയാത്ത സമയത്ത്. കാരണം എന്നെ ലഭിക്കാൻ വേണ്ടി അവരുടെ വിവാഹം കഴിഞ്ഞ്, മമ്മിയുടെ ഡാഡിയുടെ വിവാഹം കഴിഞ്ഞ് 2 വർഷത്തിന് ശേഷമാണ് ഞാൻ ജനിക്കുന്നത്. അപ്പോൾ ആ 2 വർഷത്തിൽ സ്വതം ഞാൻ പറഞ്ഞ ചെറിയൊരു വെളിച്ചം CSI ഉണ്ടായതുകൊണ്ട് ഷമ്മേൽ പ്രവാചകനെ പോലെ ഒരു മകനെ എനിക്ക് തന്നാൽ
നീ ഒരു മകൻ തന്നാൽ ഞാൻ നിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കാമെന്ന് ഹന്ന പ്രാർത്ഥിച്ച പ്രാർത്ഥന ദൈവം എൻ്റെ അമ്മയെ കൊണ്ട് അന്ന് CSIയിലുള്ള വിശ്വാസത്തിൽ പ്രാർത്ഥിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. പക്ഷേ അത് ഒരു അച്ഛനാകാൻ വേണ്ടി മമ്മി സമർപ്പിച്ചത്, എന്നാൽ ദൈവം കണ്ടത് ഒരു പാസ്റ്ററായിട്ട് അല്ലെങ്കിൽ സുവിശേഷ വേലക്കാരൻ, പെന്തക്കോസ്റ്റിലെ ഒരു സുവിശേഷ വേലക്കാരനായിട്ട് കർത്താവ് കണ്ടു. ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. അതിന് പ്രകാരം കർത്താവ് കാര്യങ്ങളാക്കി തീർത്തനായി സ്തോത്രം. കർത്താവിന് വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുവാൻ ഞാനും എൻ്റെ അനിയനും 2 മക്കളും ഉള്ളൂ എങ്കിലും 2 മക്കൾക്കും അതൊരു കാഴ്ചപ്പാട് കർത്താവ് നൽകി. ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നെങ്കിലും അത് പൂർണ്ണമായി അതിനുവേണ്ടി പഠിക്കാൻ ഞങ്ങൾ സമർപ്പിച്ചു. പഠിക്കാനുള്ള സാവകാശം ലഭിച്ചില്ല. 2 പേർക്കും. ഞാൻ ബൈബിൾ സ്കൂളിൽ മണക്കാളിൽ ഞാൻ ചേർന്ന് 92 ഞാൻ ചേർന്നു. ആ വർഷം തന്നെ എനിക്ക് സ്കിൻ അലർജി, എക്സിമ തന്നെ, ക്രോണിക് എക്സിമ തന്നെ, ചൊറിഞ്ഞു പൊട്ടുന്ന ഒരു അസുഖം, ഉള്ളംകാല് മുതൽ തലവരെ ഇയോബിന് വന്ന പോലെ ചൊറിഞ്ഞു പൊട്ടുന്ന ഒരു അസുഖം പിടിപെട്ടു. അത് ഈ സമയം വരെയും ഇപ്പോഴും എൻ്റെ ശരീരത്തിലുണ്ട്. 32 വർഷമായി വിശ്വാസത്തിലായിരിക്കുന്നു. പക്ഷേ ഈ രോഗം ഇപ്പോഴും വിട്ടുപോയിട്ടില്ല. കർത്താവിൻ്റെ പ്രവൃത്തിക്ക് ഒരു കുറവുണ്ടായിട്ടില്ല. കർത്താവ് അത് കൂടെ തന്നിരിക്കുകയാണ്, ചില കാര്യങ്ങൾ എന്നിൽ ചെയ്യാൻ വേണ്ടിയും ഞാൻ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. സ്തോത്രം. അങ്ങനെ അപ്പോൾ അതുകൊണ്ട് ബൈബിൾ സ്കൂളിലെ ആ വിദ്യാഭ്യാസം അവിടെ മുടങ്ങിപ്പോയി, പിന്മാറിപ്പോയി. 10 വർഷത്തോളം പിന്മാറിപ്പോയി. ജോലിക്ക് പോയി, കോയിറ്റി പോയി. സ്വന്തം പിന്മാറ്റക്കാരനായി എനിക്ക് കോയിറ്റി പോയിട്ട് 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും 45 KD, ഏകദേശം 5000 രൂപ ശമ്പളമുള്ള എനിക്ക്, ഞാൻ 3 മാസം കഴിഞ്ഞ് അവിടെ ചെന്ന് 3 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് 10,000 രൂപയുടെ കയറ്റം കിട്ടി, ശമ്പള കയറ്റം കിട്ടി, പിന്മാറ്റക്കാരനെ. സ്തോത്രം. അതുകൊണ്ട് അന്നോട്ട് വിശ്വാസം, കാരണം ഉള്ളിൽ കർത്താവ് തന്നെയാണ് ഇതെല്ലാം സത്യമെന്ന് അറിയാം. പക്ഷെ പല സാഹചര്യം കൊണ്ട് നമ്മൾ പറയുന്ന പോലെ കൊച്ചു കുഞ്ഞ് ജനിച്ചാൽ അതിന് കൈ പിടിച്ച് നടത്തേണ്ട ആവശ്യമുണ്ട്. അത് ദൈവസഭ ചെയ്യേണ്ടതാണ്. പക്ഷേ ദൈവസഭകളിൽ പലപ്പോഴും ഞാൻ പലയിടത്തും കേരളത്തിൽ ഒരുമാതിരിപ്പെട്ട സ്ഥലങ്ങളും വടക്കേണ്ടി പോയതുകൊണ്ട് കണ്ടൊരു കാര്യമാണ് പിന്മാറ്റക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. പിന്മാറ്റക്കാരുടെ എണ്ണം, സഹോദരിമാർ പോലും പിന്മാറിപ്പോയ അനുഭവം ഞങ്ങളോട് പറഞ്ഞിട്ട്, പാസ്റ്ററെ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നൊരു അപ്പച്ചനും ഒരു സഹോദരനും എന്ന് പറയുന്ന അവസ്ഥ നോക്കിയേ. സ്തോത്രം. സാധാരണ എൻ്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ നേരെ തിരിച്ച് സഹോദരന്മാർ വന്ന് കണ്ണുനീരോടെ, പിതാക്കന്മാർ വന്ന് എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി 70 വയസ്സുള്ള അപ്പച്ചൻ വന്നിട്ട് പറയുക, 60 വയസ്സായ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി പാസ്റ്റർ പ്രാർത്ഥിക്കണം. സ്തോത്രം. അവളാണ് വിശ്വാസം വന്ന് അവളാണ് സ്നാനപ്പെട്ടത്. പക്ഷേ ഇപ്പോൾ അവൾ പിന്മാറിപ്പോയി. പല കാരണങ്ങളുണ്ട്. പക്ഷേ എന്ത് കാരണമായാലും കർത്താവിന് വലിയ രക്തത്താലാണല്ലോ കർത്താവ് വീണ്ടെടുക്കപ്പെട്ടത്. കർത്താവ് നമ്മെ സഭയാക്കിയത്. സഭ അത് അങ്ങനെ ജീവിതങ്ങളെ താങ്ങാൻ വേണ്ടി, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇടുന്നെന്ന് കരയാൻ വേണ്ടി. നാം വായിച്ച വചനത്തിൽ 2 വാക്യങ്ങൾ എന്നെ വളരെ സ്പർശിച്ചു. സ്തോത്രം. പ്രൈസ് ലോർഡ്. അപ്പോൾ അങ്ങനെ വീണ്ടും പക്ഷേ കർത്താവ് എന്നെ കണ്ടുകൊണ്ട് അനേക ദൈവദാസന്മാരെ പ്രാർത്ഥന, ദൈവമക്കളെ പ്രാർത്ഥന, എൻ്റെ അമ്മയുടെ കണ്ണീരൊക്കെ നിമിത്തമായി 10 വർഷം അത് ഞാൻ മാത്രം, അനിയനും പോയി. പ്രൈസ് ലോർഡ്. 2 പേരും ഗൾഫിൽ പോയി, വലിയ ഉദ്യോഗം പ്രാപിച്ച്, വലിയ ശമ്പളം പ്രാപിച്ച്. പക്ഷേ നമ്മൾ ഉണ്ടാക്കി പണം ഓട്ടോയിലിടുന്ന ഓട്ടോസഞ്ചിക്കാത്ത പോലെയായിരുന്നു. കാരണം ദൈവം ഇഷ്ടപ്പെടാത്ത കാര്യമായിരുന്നു. എങ്കിലും സ്തോത്രം, പല കാര്യം കർത്താവ് പഠിപ്പിച്ച് വീണ്ടും സമർപ്പിച്ച് 2002 ഞാൻ മടങ്ങി വന്നു. കർത്താവിന് വേലയ്ക്ക് വേണ്ടി വീണ്ടും സമർപ്പിച്ച് 2003 ഞങ്ങളുടെ വിവാഹം നടക്കുന്നു. സ്വന്തം വിവാഹം നടന്ന് 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ബൈബിൾ സ്കൂളിൽ പോയി. പെരുമ്പാവൂർ കോളേജിൽ പോയി. അവിടെ അതുപോലെ 10 വർഷം മുമ്പേ സംഭവിച്ച സംഭവം വീണ്ടും സംഭവിച്ചത്. ബൈബിൾ സ്കൂളിൽ പോയി. സ്തോത്രം. 2 മാസം കഴിയുമ്പോഴത്തേക്കും വീണ്ടും അസുഖം വന്നു. പിന്മാറ്റ സമയത്ത് ഒരു കുഴപ്പമില്ലായിരുന്നു. പ്രൈസ് ലോർഡ്. പിന്നെ ഗുളിക കഴിക്കുമായിരുന്നു, എങ്കിലും വലിയ പ്രശ്നം ഉണ്ടായില്ല. സ്തോത്രം. പക്ഷേ വീണ്ടും വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച് വിവാഹം കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും അസുഖം വന്നു. സ്തോത്രം. ആ സമയത്ത് എനിക്ക് ഈ അസുഖം മാത്രമല്ല എന്ന് പറഞ്ഞാൽ കണ്ണുനീർ വന്നാൽ തുടയ്ക്കാൻ ഒരാൾ വേണം. അത്രയും പഴുപ്പും രക്തവും കൂടി വരുന്ന അതൊന്ന് നാറ്റം. എൻ്റെ അപ്പച്ചൻ സ്നാനപ്പെട്ട മനുഷ്യനാണെങ്കിലും പക്ഷേ താൻ പല വർഷങ്ങളോളം എന്നെ വിളിച്ചത് കുഷ്ഠരോഗിയായിട്ടാണ്. ശരിയാണ്, കുഷ്ഠരോഗം പോലെ തന്നെയായിരുന്നു. ആ പഴുപ്പും ആ നാറ്റം കൊണ്ട് എനിക്ക് തന്നെ അർപ്പ് തോന്നിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്തോത്രം. പക്ഷെ അവിടെയെല്ലാം കർത്താവ് ഉള്ളംകൈയിൽ വഹിച്ച് അനേക ദേവദാസന്മാരെ കൊണ്ട്, ദൈവമക്കളെ കൊണ്ട് കർത്താവ് പ്രാർത്ഥിപ്പിച്ച് സഹിപ്പാൻ സൗഖ്യം. നമ്മൾ ഇപ്പോഴും ആ അസുഖമുണ്ട്. പലപ്പോഴായിട്ട് കർത്താവ് സൗഖ്യം തന്നിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും വടക്കേന്ത്യ പോലും പോയിട്ടുണ്ട്. സ്തോത്രം. പക്ഷേ ദൈവത്തിന് സമയം കർത്താവ് ഉപയോഗിച്ച് കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്ന, മഹത്വപ്പെടുന്നു. എന്നാൽ ഈ പ്രയാസമൊക്കെ ഇരിക്കുമ്പോൾ മറ്റുള്ളവരുടെ പ്രയാസം, എബ്രായലേഖനം 13-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നല്ലേ, നിങ്ങൾ സ്തോത്രം ശരീരത്തിൽ ഇരിക്കുമ്പോൾ ശരീരത്തിൽ കഷ്ടം അനുഭവിക്കുന്നവരെ ഓർത്തുകൊള്ളുവിൻ. കേട്ടിട്ടില്ലേ? സ്തോത്രം. വേണമെങ്കിൽ വായിച്ചാൽ സന്തോഷം. എബ്രായലേഖനം 13-ാം അധ്യായം 2-ാം വാക്യം, 2-ാം വാക്യം മാത്രം.
നിങ്ങൾ തടവുകാർ എന്ന പോലെ തടവുകാരെയും നിങ്ങളും ശരീരത്തിൽ ഇരിക്കുന്നവരാകയാൽ ശരീരത്തിൽ കഷ്ടം അനുഭവിക്കുന്നവരെ ഓർത്തുകൊള്ളുവിൻ. എവിടെ ഓർക്കുന്ന? പ്രാർത്ഥനയിലാണ് ഓർക്കുന്നത്. സ്തോത്രം. ഈ അസുഖം വന്നപ്പോൾ പ്രാർത്ഥനയുടെ ആവശ്യകതയും അല്ലെങ്കിൽ രോഗത്തിൻ്റെ ആവശ്യകതയും മനസ്സിലാക്കി. എന്നെ ഒന്ന് കർത്താവ് എന്നെ കഷ്ടപ്പെടുത്തുന്ന പ്രൈസ് ലോർഡ് അവനോട് അടുപ്പിക്കാൻ വേണ്ടി, അവൻ്റെ കഷ്ടങ്ങൾ ഒരു കൂട്ടാളിയായി തീരാൻ വേണ്ടി. സ്തോത്രം. മാത്രമല്ല എൻ്റെ കുറവുകൾ മനസ്സിലാക്കി അതിനെ ജയം പ്രാപിക്കാൻ വേണ്ടി, എന്നെ ശുദ്ധീകരിക്കാൻ വേണ്ടി ഏകദേശം ഒരു 5-6 കൂട്ടം കാര്യം കർത്താവ് തരുന്നുണ്ട്. ഒരു പനി വന്നാൽ, ഒരു ക്യാൻസർ വന്നാൽ, ഒരു കഷ്ടം വന്നാൽ ദൈവത്തിന് വെറുതെ നമ്മളെ തല്ലുന്ന അനുഭവമല്ല. മാത്രമല്ല വചനം വീണ്ടും പറയുന്ന പോലെ അപ്പൻ തല്ലാത്ത മക്കൾ എവിടെയുള്ളൂ? അപ്പോൾ കൊല്ലുന്നതിനാണ് അവരെ നന്നാക്കാൻ വേണ്ടിയാണ്. പ്രൈസ് ലോർഡ്. അപ്പോൾ ഇത്രയും കുസൃതി ഉള്ളതുകൊണ്ടാണ് അടി കിട്ടുന്നത്. അല്ല, വെറുതെ തല്ലൂല്ലല്ലോ, വെറുതെ പിച്ചില്ല. ഞങ്ങളുടെ അമ്മൂമ്മ പിച്ചുമായിരുന്നു, നല്ലോണം പിച്ചും. ഒരു പിച്ച് മതി, പിന്നെ സ്വർഗം കാണും. അങ്ങനത്തെ പിച്ച. അപ്പോൾ അതൊരു ഉദ്ദേശമുണ്ട്. എന്തിനു വേണ്ടിയാണ്? നന്നാക്കാൻ വേണ്ടിയാണ്. കൊല്ലാൻ വേണ്ടിയല്ല. പ്രൈസ് ലോർഡ്. അവനോട് അടുപ്പിക്കുവാൻ വേണ്ടി, ആത്മഭാരം തരാൻ വേണ്ടി. ഈ രോഗനിമിത്തം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥനകൾ ഞാൻ നടത്താൻ തുടങ്ങി. സ്തോത്രം. എന്നെ സ്വന്തമായിട്ടല്ല, വേറൊരു പ്രസ്ഥാനം, ഒരു ഹോസ്പിറ്റൽ മിനിസ്ട്രീസ് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനമുണ്ട്. സഭാപ്രവർത്തനമല്ല, അവർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതുപോലെ അതിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ നിമിത്തമായിട്ട് പലയിടത്തും പോയി പ്രാർത്ഥന നടത്താൻ, മുഴുവൻ പ്രാർത്ഥനകൾ, മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ കർത്താവ് സഹായിച്ചു. സ്തോത്രം. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പലർക്കും സൗഖ്യം ആയിട്ടുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് സൗഖ്യം ലഭിച്ചില്ല. പൗലോസിനോട് പറഞ്ഞ പോലെ എൻ്റെ കൃപ നിനക്ക് മതി. പത്രോസിനെ പോലെയല്ല ഞാൻ. നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റില്ല പത്രോസിന് കാല് വണങ്ങണം. എങ്കിലും കർത്താവ് പൗലോസിന് പറഞ്ഞ ആ വാക്ക് ബൈബിളിൽ ഉള്ളതുകൊണ്ട് എനിക്കൊരാശ്വാസം. കർത്താവേ സ്വതം അങ്ങയുടെ കൃപ ആ ദൈവദാസന് പകർന്നില്ല. അതുകൊണ്ട് അതിൻ്റെ അല്പം ഒരു അംശം ഇത് സഹിപ്പാൻ എനിക്ക് തരണമേ. പലപ്പോഴും ഇന്നും ചിന്തിക്കാൻ കർത്താവ് ഇത്രയും 20 വർഷമായി അല്ല 32 വർഷമായി ആ ഒരു വേദനയായിട്ട് ഞാൻ നടക്കുകയാണല്ലോ. എങ്കിലും നീ എന്നെ ജമ്മു കാശ്മീർ കൊണ്ടുപോയി, ആസാം, അരുണാചൽ പ്രദേശ് കൊണ്ടുപോയി, പല സ്ഥലങ്ങൾ കൊണ്ട് ഈ വടക്കേ ഞാൻ ചിന്തിക്കാത്ത അസുഖം വടക്കൻ, കാരണം എൻ്റെ അമ്മ നാട് കോഴിക്കോടായിരുന്നു, ഞാൻ ജനിച്ചത് കോഴിക്കോടായതുകൊണ്ട് വടക്കൻ കേരളത്തോട് എനിക്ക് ഇന്നും വലിയ താല്പര്യമാണ് അവിടെ പ്രവർത്തിക്കാൻ. പക്ഷേ അധികം പ്രവർത്തിക്കാൻ പറ്റിയില്ല. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, പാലക്കാട്, മലപ്പുറം, ഈ ദേശങ്ങളൊക്കെ മാത്രമല്ല കൂടുതൽ മുസ്ലിങ്ങൾ ഉള്ള സ്ഥലങ്ങളാണ്. മുസ്ലിങ്ങൾ, ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ ഇല്ലാത്ത ഗ്രാമങ്ങൾ ഇന്നും ഉണ്ട്. ക്രിസ്ത്യാനികൾ ഇല്ലാത്ത ഗ്രാമങ്ങൾ ഇന്നും വടക്കൻ കേരളത്തിലുണ്ട്. അപ്പോൾ പിന്നെ വടക്കിൻ്റെ ഒരു കാര്യം പറയണ്ടല്ലോ. പക്ഷേ ഞാൻ കഴിഞ്ഞ 6 മാസം വടക്കിൻ്റെ പോയപ്പോൾ വലിയ മാറ്റങ്ങൾ കണ്ടു. വലിയ മാറ്റങ്ങൾ നമ്മളെക്കാളും ഇതിലും ഇരട്ടി മുട്ടം നമ്മൾ പറയുന്ന മുട്ടം വലിയ ഇരട്ടി പൊക്കമുള്ള പണമുള്ള സഭകൾ പണിതവർ ആരാധിക്കുന്ന അനുഭവങ്ങൾ ഞാൻ അന്തം വിട്ടുപോയി. പ്രൈസ് ലോർഡ്. മലങ്കര സഭയിലെ പല ദേവദാസന്മാർ, ഒറീസയിലുള്ള ദേവദാസന്മാരെയും അതുപോലെ ബംഗാളിലുള്ള ദേവദാസന്മാരും ഒക്കെ ഓൺലൈനിൽ ഞാൻ അവരെ ശുശ്രൂഷ കേട്ടിട്ടുണ്ട്. അവരുടെ വേലയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. പൗലോസ് പറയുന്ന 2 വാക്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. കൊലോസ് ലേഖനത്തിൽ 4:12 വാക്യവും 18 വാക്യവും. അവൻ പ്രാർത്ഥനയെ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. വെറും പ്രാർത്ഥിക്കുകയില്ല, പ്രാർത്ഥനയിൽ അവൻ ആത്മാവിൽ പോരാടുകയാണ്. ആരോട്? പിശാചിന്റെ തന്ത്രങ്ങളോട്, അവൻ്റെ ശക്തികളോട്. ദൈവസഭയെ അത് തകർക്കാൻ പാടില്ല. പ്രൈസ് ലോർഡ്. എൻ്റെ മക്കളെ തകർക്കാൻ പാടില്ല, എൻ്റെ സഹോദരന്മാരെ, എൻ്റെ കൂട്ടുവേലക്കാരെ തകർക്കാൻ പാടില്ല. അതുകൊണ്ട് അവൻ പോരാടുകയാണ്, രാവും പകലും പോരാടുന്നു. പോരാടിയാലേ ജയം പ്രാപിക്കാൻ സാധിക്കുള്ളൂ. പോരാടിയ കൊണ്ടാണ് ഈ സഭ ഇങ്ങനെ ഈ അവസ്ഥയെ ദൈവമാക്കി തീർത്തത്. പോരാടിയ ഒരു തലമുറയുണ്ട് നമുക്ക് മുമ്പിൽ. എത്ര പേരാണ് ആരാന്ന് എനിക്കറിയില്ല. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. പക്ഷേ അവരുടെ പോരാട്ട നിമിത്തം നമുക്ക് ഇന്ന് സ്വസ്ഥമായി ഇവിടെ കൈയടിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്യാൻ സാധിക്കുന്നു. അത് ഇന്നും അവസ്ഥയില്ലാതെ ഈ തൃശ്ശൂർ ജില്ലയിൽ എത്രയോ മാതാക്കൾ, എത്രയോ സഹോദരിമാർക്ക് സ്വാതന്ത്ര്യത്തോടെ സഭയിൽ പോയി ആരാധിക്കാൻ പറ്റാത്ത അനുഭവം, വീട്ടിൽ പ്രാർത്ഥിക്കാൻ പറ്റാത്ത അനുഭവം, സ്വന്തം മക്കൾ അവരെ തല്ലുന്ന അനുഭവം. എന്തിന്? അമ്മ സ്നാനപ്പെട്ടുകൊണ്ട്, അമ്മ ആഭരണം ഊറിയുണ്ട്, അമ്മ കൈയടിക്കുന്നുണ്ട്. സ്തോത്രം. പൗലോസ് വീണ്ടും അവിടെ 18 വാക്യം പറയുന്നത്, എൻ്റെ ബന്ധനങ്ങളെ ഓർത്തോളീൻ. പ്രൈസ് ലോർഡ്. എൻ്റെ വീടിനെ ഓർക്കാനല്ല, എൻ്റെ ശുശ്രൂഷയെ ഓർക്കാനല്ല, എൻ്റെ മക്കളെ ഓർക്കാനല്ല, ദൈവം എന്നെ ഉയർച്ച ദൈവം പൗലോസിനെ ഉയർപ്പിച്ചില്ല, പക്ഷെ ഞാൻ പറയുന്നുള്ളൂ.
നമുക്ക് ഇന്ന് എല്ലാവരും അതാണ് പറയുന്നത്. ഞാൻ ഒന്നുമില്ലാത്തവനായിരുന്നു, ദൈവം എന്നെ ഉയർപ്പിച്ചു. വീടില്ലാത്തവനായി വീടുണ്ടായി, മക്കളില്ലാത്തവനായി മക്കളെ തന്നു, സ്വത്രം. വണ്ടിയില്ലാത്തവൻ വണ്ടി തന്നു. അതൊരു വശമുണ്ട്. കാരണം ദാവീദിനെ കർത്താവ് ചെയ്തു, പ്രൈസ് ലോർഡ്. പക്ഷേ പൗലോസ് നേരെ മറിച്ച് ചെയ്തു. എല്ലാം ഉണ്ടായവൻ എന്ത് ചെയ്തു? ഇല്ലാത്തവനാക്കി, പ്രൈസ് ലോർഡ്. പക്ഷെ എവിടെ രണ്ടുപേരും എന്ത് ചെയ്തു? ദൈവത്തെ മഹത്വപ്പെടുത്തി. അവരുടെ അവസ്ഥയിൽ അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. പൗലോസ് പറഞ്ഞു, നിങ്ങൾ എൻ്റെ ബന്ധനങ്ങളെ ഓർത്തോടുവിൻ. കാരണം ഈ ബന്ധനസ്ഥനായ ഞാൻ, എഫേസ്യർക്ക് പറഞ്ഞാൽ ഞാൻ ബന്ധനം അനുഭവിക്കുന്നെങ്കിലും ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. സ്തോത്രം. പ്രശ്നം നമുക്കുണ്ടെങ്കിലും കഷ്ടം നമുക്കുണ്ടെങ്കിലും അത് രോഗമുണ്ടെങ്കിലും കടഭാരം ഉണ്ടെങ്കിൽ നമുക്ക് അതുള്ളപ്പോൾ തന്നെ ആത്മാവിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കുന്ന ഏക ഒരു കൂട്ടർ ലോകത്തിലുണ്ടെങ്കിൽ അത് പെന്തക്കോസ്തരാണ്. പെന്തക്കോസ്ത് എന്ന് പറയുമ്പോൾ ഞാൻ എല്ലാ പെന്തക്കോസ്തുകാരെയും അല്ല ഉദ്ദേശിക്കുന്നത്. ആത്മാവ് സത്യത്തിലും ആരാധിക്കുന്ന ദൈവമക്കൾ, പ്രൈസ് ലോർഡ്. മറ്റുള്ള പ്രശ്നം അതുകൊണ്ട് മറ്റുള്ള നമ്മോട് വന്ന് പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, ഞങ്ങളൊന്ന് ഓർക്കണം എന്ന് പറയാം. മറ്റുള്ള ജാതികൾ പറയാൻ കാരണം എന്താണ്? അവർക്കറിയാം നാം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കഷ്ടം ഉണ്ടെങ്കിലും. ക്യാൻസർ രോഗിയായ എൻ്റെ അമ്മ 14 വർഷം മരുന്ന് കഴിക്കാതെ മമ്മി അത് 14 വർഷം ക്യാൻസർ രോഗിയായിട്ടും ധാരാളം ക്യാൻസർ ലോകികൾക്ക് വേണ്ടി മമ്മി പ്രാർത്ഥിച്ചു. സ്തോത്രം. ആ ധൈര്യം കിട്ടുന്നത് ദൈവാത്മാവിൻ്റെ ശക്തിയാൽ മാത്രം. കാരണം സുബോധത്തിൻ്റെയും ശക്തിയുടെയും അതേ സ്നേഹത്തിൻ്റെ ആത്മാവായുണ്ട്. ഭീരത്തിൻ്റെ ആത്മാവിനെല്ലാം കർത്താവ് നമുക്ക് തന്നത്. പ്രൈസ് ദി ലോർഡ്. പൗലോസ് പറഞ്ഞു, എൻ്റെ ബന്ധനങ്ങൾ, അതെ ഞാൻ അടി കൊണ്ടത്, ഇടി കൊണ്ടത്, എന്നെ അവരെ അത് കല്ലേറിയ അനുഭവങ്ങൾ. പ്രൈസ് ഞാൻ ഇതെല്ലാം ഒരു വശം പറയുമ്പോൾ മറുവശത്ത് എനിക്ക് പറയാനുണ്ട്, ഞാൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടവൻ. അപ്പോസ്തലന്മാരിൽ ഞാൻ ഏറ്റവും അവസാനം ഉള്ളവനാണെങ്കിലും അത് ശക്തിയോടെ ഏറ്റവും കൂടുതൽ എന്നെയാണ് ദൈവം ഉപയോഗിച്ചത്. 30ഓളം രാജ്യങ്ങളിൽ പോയി 36 സഭകൾ സ്ഥാപിച്ച മനുഷ്യൻ പറയാണ്, അതൊന്നും നിങ്ങൾ ഓർക്കണ്ട, എൻ്റെ ബന്ധനങ്ങളെ നിങ്ങൾ ഓർക്കണം. കാരണം എന്താണ്? കഷ്ടകാലത്ത് അവൻ ഏറ്റവും അടുത്ത തുണ. ലോകാവസ്ഥാനത്തോളം എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഞാനല്ല, സർവശക്തനായ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചവൻ, എനിക്ക് വേണ്ടി സ്വർഗം വെടിഞ്ഞ് 33 വർഷം ഈ ലോകത്തിൽ വന്ന് യേശുവും അവൻ രോഗം ശീലിച്ചനായ എന്ന് യശയ്യാപ്രവാചകൻ പറയുന്നു. അവൻ രോഗം ശീലിച്ചു. ആർക്ക് വേണ്ടി? എനിക്ക് വേണ്ടി. യേശുക്രിസ്തു അന്നേ ക്യാൻസർ വഹിച്ചു. യേശുക്രിസ്തു അന്നേ പനി അനുഭവിച്ചു. യേശുക്രിസ്തു എൻ്റെ ഈ കുഷ്ഠരോഗം കർത്താവ് അന്നേ സഹിച്ചു, അവൻ വഹിച്ചു, അതുമേ ജയം പ്രാപിച്ചു. അതുകൊണ്ട് ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നാം ഇന്നും പ്രാർത്ഥിച്ച രോഗികൾക്ക് വേണ്ടി നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന് ആ വേദന എന്താണെന്നറിയാം. സ്വതന്ത്രം. മറ്റുള്ളവർക്ക് സൗഖ്യം നടക്കുന്നുണ്ട്. ഏത് ഹിന്ദുക്കളിലും മുസ്ലിങ്ങളിലൊക്കെ സൗഖ്യം ഇല്ല, നടക്കുന്നുണ്ട്. പക്ഷെ എന്താ? അവരുടെ ദേവന്മാർക്ക് ഈ വേദന അറിയില്ല. നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വേദന അറിഞ്ഞ് നമുക്ക് വേണ്ടി സൗഖ്യം ആശ്വാസം തരുന്ന ദൈവം. പ്രൈസ് ലോർഡ്. സ്തോത്രം. ഒരു വാക്യം കൂടി പറഞ്ഞ് ഞാൻ ഇരിക്കട്ടെ. കർത്താവ് കൃപകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന മഹത്വപ്പെടുന്നു. സ്തോത്രം. പൗലോസ് പറഞ്ഞ ആ ഒരു വാക്യത്തോട് ചേർന്ന് എൻ്റെ ഒരു അനുഭവം, എൻ്റെ ബന്ധനങ്ങളെ ഓർത്തോളം പൗലോസ് പറഞ്ഞ പോലെ ഞങ്ങൾ ഓർക്കുമ്പോൾ വേറൊന്നും ഓർക്കണ്ട, ഓർത്താൽ മറന്നുപോയാലും കുഴപ്പമില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് ഇപ്പം നിൽക്കുമ്പോൾ 20 വർഷം വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ല. മക്കളെല്ലാം ഒന്നും എൻ്റെ രോഗാവസ്ഥ മാത്രമല്ല, എൻ്റെ ഭാര്യയ്ക്ക് യൂട്രസ് ഇല്ല. സ്തോത്രം. യൂട്രസ് 10 വർഷം മുമ്പേ എടുത്തു കളഞ്ഞു. അപ്പോൾ മക്കളില്ലാത്ത അനുഭവം. ഇന്നിപ്പോൾ നിൽക്കുമ്പോൾ 9 മാസം മുമ്പേ എൻ്റെ വീട് വിറ്റു. വീടില്ല, മക്കളില്ല, വീടില്ല. സ്തോത്രം. ശുശ്രൂഷയിൽ വേണ്ടുവണ്ണം ഒത്തിരി പേർ അറിയപ്പെടാത്ത എന്നാൽ കർത്താവ് ഉപയോഗിക്കുന്ന ചെറിയ കർത്തദാസൻ. സ്തോത്രം. പലവിധമായ അതേ ബന്ധനങ്ങളുണ്ട്, പലവിധമായ ഇല്ലായ്മ എനിക്ക് ഇന്ന് ഈ 2023 ഓഗസ്റ്റ് മാസം 25-ാം തീയതി ഇവിടെ നിൽക്കുമ്പോൾ പറയാനുണ്ട്. പലയിടത്തും ഞാൻ പറയാറുണ്ട്. പക്ഷേ എല്ലാവരോടും പ്രാർത്ഥിക്കാൻ പറയുന്ന ഏക ഒരു വിഷയം ഇതൊന്നുമല്ല, ഞങ്ങൾ രണ്ടുപേരും കർത്താവിനെ വേലി അന്ത്യത്തോളം വിശ്വസത്തോടെ നിൽക്കണം. അവിടെ എത്താതെ ഇതൊന്നും എല്ലാം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ സാർ. പ്രൈസ് ലോർഡ്. അതൊക്കെ ബാക്കി വന്നോളും. അതിനുവേണ്ടി ഞാൻ പോരാണ്ട ആവശ്യവുമില്ല. അബ്രഹാം എൻ്റെ മാതൃക, അല്ലെ എൻ്റെ സ്തോത്രം, എൻ്റെ പിതാവായ വിശ്വാസികളുടെ പിതാവായ അബ്രഹാം 25 വർഷം കാത്തിരുന്നു. പക്ഷേ അബ്രഹാം ഉപസിച്ചതായിട്ടോ അതിനുവേണ്ടി പോരാടിയതായിട്ടോ ഞാൻ ബൈബിൾ വായിച്ചിട്ടില്ല. പാസ്റ്റർമാർക്ക് പ്രസംഗത്തിൽ പറയുന്നുണ്ട്, പക്ഷേ ബൈബിൾ ഞാൻ വായിച്ചില്ല. അബ്രഹാം ഉപസിച്ചു, അബ്രഹാം പോരാടിയെന്ന്. വാഗ്ദത്തമായി കിട്ടിയ ഇസാക്ക് 20 വർഷം കാത്തിരുന്നു ഒരു തലമുറയ്ക്ക് വേണ്ടി. അപ്പോൾ പാരമ്പര്യം നോക്കിക്കേ, പാരമ്പര്യ ശക്തി എവിടെ കിടക്കുന്നു? അവരിൽ കിടപ്പുണ്ട്. അപ്പോൾ എനിക്ക് കുഴപ്പമില്ല, സന്തോഷം. മാത്രമല്ല വീണ്ടും യാക്കോബ് വന്നപ്പോഴോ ഏകദേശം 14, ചിലർ പറഞ്ഞ് 14 വർഷം അല്ല 21 വർഷം കാത്തിരുന്നു മക്കൾക്ക് വേണ്ടി. കാരണം 2 ഭാര്യമാരെ കിട്ടാൻ വേണ്ടി 7 14 വർഷം അവിടെ തന്നെയായി. പിന്നെ അതിന് ശേഷം വരുന്നത്. അപ്പോൾ ചിലർ പറഞ്ഞ് 14 വർഷം അല്ലെങ്കിൽ 21 വർഷം അവരും കാത്തിരുന്നു.
ഞാൻ യഹോവയ്ക്കായി കാത്ത് ഇരുന്നു. ഒരു കാത്തിരിപ്പ് 25 വർഷമാണെങ്കിൽ 2 കാത്തിരിപ്പ് 50 വർഷം. കർത്താവേ സ്തോത്രം. ഇനി വാഗ്ദത്തമുണ്ട്, ഞങ്ങൾക്ക് വാഗ്ദത്തമുണ്ട്, മക്കളുണ്ടാവും, ആയിക്കോട്ടെ, സ്തോത്രം. പക്ഷേ വന്നിട്ട് ആ വാഗ്ദത്തം കിട്ടുമ്പോഴത്തേക്ക് പിന്നെ എൻ്റെ പ്രാർത്ഥനയാണ്, കർത്താവ് ഇവനെ വളർത്തിയെടുക്കണം, സ്വന്തം ശുശ്രൂഷയിലാക്കണം. പക്ഷേ ശുശ്രൂഷയിൽ എന്ത് ചെയ്യണം? അവൻ എനിക്ക് കാനഡയിലെ യൂണിവേഴ്സിറ്റിയിൽ, അവിടുത്തെ ബൈബിൾ കോളേജിലും ബൈബിൾ യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് അയക്കണം. അപ്പോൾ 20 വയസ്സ് ആകണമല്ലോ, അപ്പോഴല്ലേ വിസയും ടിക്കറ്റും കാര്യങ്ങളും കിട്ടുള്ളൂ. മാത്രമല്ല ആ 20 വയസ്സിൽ അവിടെ ചേർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 20 വർഷം വരെ യേശു കർത്താവെ അങ്ങ് ഇങ്ങോട്ട് വരല്ലേ എന്ന്. അവൻ വരണോ അതോ എനിക്ക് ലഭിക്കാൻ പോകുന്ന കുഞ്ഞ് ഇനി 20 വയസ്സായിട്ട് അവൻ കാനഡ പോയി ഞാൻ അവനെ പഠിപ്പിച്ചതിൻ്റെ വേലയ്ക്ക് അയക്കണോ? വെളിപ്പാട് പുസ്തകം പറഞ്ഞ പോലെ ഇത് വായിച്ച് ഈ വചനത്തിൻ്റെ വാക്കുകളെ വായിച്ച് കേൾക്കുന്നവരും പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. സ്തോത്രം. സമയമില്ല. ഒരു ലാസ്റ്റ് ഒരു വാക്യം കൂടി, സ്തോത്രം, അതിനോട് ചേർന്ന വെളിപ്പാട് പുസ്തകം ആയതുകൊണ്ട് വെളിപ്പാട് 12:12 സമയം അടുത്തിരി, നമുക്ക് സമയം പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്ന് അവനൊരു അറിവുണ്ട്. അവന് അല്പകാലമേ ഉള്ളൂ. എനിക്ക് അറിവുണ്ടോ? ഞാൻ പറഞ്ഞ കർത്താവേ അങ്ങയുടെ വാഗ്ദത്തമാണല്ലോ, എല്ലാവരും മുമ്പിൽ വെച്ച് ഇതിപ്പോൾ ഇനിയിപ്പോൾ അത് വെളിപ്പെടുത്തണ്ടേ? അപ്പോൾ വാഗ്ദത്തം ഞങ്ങൾക്ക് മക്കൾ യൂട്രസ് ഉണ്ടാകണം, അല്ലെങ്കിൽ യൂട്രസ് ഉണ്ടായോ ഇല്ല, എങ്ങനെയോ ഒരു കൊച്ചിൻ ഉണ്ടാകണം. അപ്പോൾ എൻ്റെ പ്രാർത്ഥന പണ്ട് തൊട്ട് പറയുന്ന കർത്താവ് എന്താണ് നീ തരാൻ പോകണല്ലോ, ഇല്ലാത്തതാണല്ലോ. രണ്ട് ഓവറി എടുത്ത് കളഞ്ഞു. അപ്പോൾ പിന്നെ അതുകൊണ്ട് ഒരു പ്രസവത്തിൽ 2 എണ്ണം എനിക്ക് വേണം, 2 ഇരട്ട മക്കളെ. ഒരു പ്രസവം കൊണ്ട് എനിക്ക് 1 പോരാ, ഈ 2 കൂടുതലും വേണ്ട. പിന്നെ അത് വഹിച്ച് അത് വളർത്തണ്ടേ, അതിലും പാട് നമുക്ക് കണ്ടറിയുന്നുണ്ട്. 2 എണ്ണം മതി. പക്ഷേ ഒറ്റ പ്രസവം 2 ഇരട്ട. അവരെ വളർത്തി 20 വർഷം വയസ്സാകുമ്പോഴത്തേക്ക് അവരെ കാനഡയ്ക്ക് അയച്ചോ, അമേരിക്കയ്ക്ക് അയച്ചോ, അല്ലെങ്കിൽ ജപ്പാനിൽ ഇപ്പോൾ കൊറിയയിലെ നല്ല യൂണിവേഴ്സിറ്റി ഉണ്ട്, ഏത് ബൈബിൾ യൂണിവേഴ്സിറ്റി ഉണ്ട്, അവിടെ പഠിപ്പിച്ച് ഇന്ന് ഞാൻ അവർ സുവിശേഷ വേലയ്ക്ക് വേണ്ടി എവിടെ അയക്കും? ഓസ്ട്രേലിയയിലോ മഞ്ഞ് പെയ്യുന്ന രാജ്യത്തൊക്കെ ഞാൻ അവരെ അയക്കും. ഇവിടെ ഇന്ത്യയിലൊന്നും വേണ്ട, കാരണം അവിടെയൊക്കെയാണല്ലോ രക്ഷിക്കപ്പെടാത്ത ആൾക്കാർ ഇഷ്ടം പോലെയാണ്. അപ്പോൾ അവിടെ ഞാൻ അയക്കാം. അപ്പോൾ അങ്ങ് കാത്തിരിക്കണം. എത്ര വർഷം? ഒരു 10-22 വർഷം ഇപ്പോൾ വരല്ലേ, ഇതൊക്കെ എല്ലാം നിൽക്കണ്ടേ, ഈ വാഗ്ദത്തം നിറവേറ്റി പോകണ്ടേ? സ്തോത്രം. അപ്പം ഞാനത് ആഗ്രഹിക്കുമ്പോൾ എനിക്ക് ശേഷം കല്യാണം കഴിച്ച കുറേ മക്കൾ പലയിടത്തും വിശ്വാസികൾ പലരുണ്ട്, അവരോടും വാഗ്ദത്തമുണ്ട്. അവരും പ്രാർത്ഥിക്കാൻ തുടങ്ങണം. എന്താണ് പ്രാർത്ഥിക്കുന്നത്? വാഗ്ദത്തം ലഭിക്കണം, ഈ മക്കൾ ഇങ്ങനെയൊക്കെ ആയി തീരണം. അപ്പോൾ അവരും എനിക്ക് ശേഷം അത് കല്യാണം കഴിക്കുന്നവർ അവർക്കും മക്കളില്ലെങ്കിൽ അവരും പ്രാർത്ഥിക്കും. അവർ പ്രാർത്ഥിക്കണം. അപ്പോൾ എൻ്റെ 20-25 വർഷം കർത്താവ് വരല്ലെന്ന്. എനിക്ക് ഇപ്പോൾ 5 വർഷം കഴിഞ്ഞാൽ വിവാഹം കഴിക്കുന്നവർ അവർക്കും മക്കളില്ല, അവരും പ്രാർത്ഥിക്കുകയാണ് 20 വർഷം. വർഷങ്ങളിൽ നീണ്ടു പോവാണ്. അവൻ്റെ വരവ് താമസിക്കുന്നു. ആരുടെ കാരണം കൊണ്ട്? ഈ രാകേഷിൻ്റെ കാരണം കൊണ്ട്. കാരണം എനിക്ക് വരവല്ല താല്പര്യം, എനിക്ക് വാഗ്ദത്തമാണ് താല്പര്യം. വചനം പറയുന്ന സമയം അടുത്തിരിക്കുന്നു. പിശാചിനൊരു കാര്യം അറിവുണ്ട്, അവന് സമയം ഇല്ല. എന്നിട്ട് എന്ത് ചെയ്യുന്നവൻ? മഹാക്രോധത്തോടെ, നിസ്സാരമായ ക്രോധമല്ല, മഹാക്രോധത്തോടെ ഒരു പാസ്റ്റർ കുടുംബത്തെയും നശിപ്പിക്കുവാൻ, കൊല്ലുവാൻ, അവരുടെ മക്കളെ കൊല്ലുവാൻ, ദൈവസഭയിൽ അയക്കുന്ന ഓരോ വിശ്വാസിയെയും, ഓരോ കുടുംബത്തെയും, ഓരോ കുഞ്ഞിനെയും കൊല്ലുവാൻ തക്കമുള്ള മഹാക്രോധത്തോടെ അവൻ ഇറങ്ങി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ 2000 വർഷമായിട്ട്. അല്ല, അതിനു മുമ്പും. സ്തോത്രം. അവനോടാണ് പോരാടുന്നത് എന്ന് ആത്മാവിൽ ആർക്ക് മനസ്സിലായി? എപ്പഫ്രാസിന് മനസ്സിലായി. അതുകൊണ്ട് ദൈവസഭയ്ക്ക് വേണ്ടി താൻ പോരാടുന്നു. ദൈവമക്കളെ, നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നിസ്സാരമല്ല. നാം ദൈവസ്ഥലിൽ പ്രാർത്ഥിക്കുന്ന സമയങ്ങളും അത് ദീർഘിപ്പിക്കാൻ, കൂടുതലാക്കുവാൻ, 1 മണിക്കൂർ ഇരുന്നവർ 2 മണിക്കൂർ ആക്കുവാൻ, 10 മിനിറ്റ് ഇരുന്നവർ 20 മിനിറ്റ് ആക്കുവാൻ നമുക്ക് സമയം ഏറെ ഇല്ല. വാഗ്ദത്തങ്ങളുണ്ട്, അവൻ വിശ്വസ്തനാവൻ ചെയ്തോളും, അവൻ്റെ സമയത്ത് ചെയ്തോളും. പക്ഷെ അതിനു വേണ്ടിയല്ല പോരാടുവാൻ. നമുക്കെതിരായി നിൽക്കുന്ന ശത്രു ആത്മാവിൽ നിൽക്കുമ്പോൾ നമുക്ക് തരാനുള്ള അനേക കുടുംബങ്ങൾ, ഇവിടെ കടന്നു വേണ്ട അനേക കുടുംബങ്ങളെ പിശാച് അവൻ തടുത്ത് വെച്ചിരിക്കുകയാണ്. കാരണം പോരാടി ജയിപ്പാൻ ആൾക്കാർ കുറവാണ്. ആൾക്കാർ ഇല്ലെന്നല്ല, പക്ഷെ ആൾ കുറവാണ്. സ്തോത്രം.
ആത്മാൽ ആരാധിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ, ആത്മാൽ ആരാധിക്കുന്ന യൗവനക്കാർ, അത് പ്രവചിക്കുന്ന യൗവനക്കാർ, പ്രവചിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ, സ്വപ്നങ്ങൾ കാണുന്നു, ദർശനങ്ങൾ കാണുന്നവർ. എനിക്ക് അമേരിക്ക പോകണം, എനിക്ക് അവിടെ വലിയൊരു ജോലി കിട്ടണം എന്ന സ്വപ്നം കാണാനല്ല, പിന്നെ ആത്മാവിൽ സ്തോത്രം അതേ അർക്കപ്പെട്ട കുഞ്ഞാടിനെ കാണുവാൻ, അഗ്നിജ്വാലിക്കത്ത് കണ്ണുവാൻ. വെളിപ്പാട് ദിവസം 1-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 17 വരെ വാക്യങ്ങൾ വായിക്കുന്ന അഗ്നിജ്വാലിക്കത്തോടെ കാണുവാൻ, മാർത്ത് പൊൻ കച്ച കെട്ടിയ കർത്താവിനെ കാണുവാൻ, ആൽഫയും ഒമേഗയായ കർത്താവിനെ കാണുവാൻ, ഇതാ ഞാൻ വേഗം വരുന്നത് അരുളി ചെയ്ത കർത്താവിനെ കാണുവാൻ. ആ അവസ്ഥയിലേക്ക് നാം വളർച്ച പ്രാപിക്കുമ്പോൾ എന്ത് സംഭവിക്കും? പോരാട്ടങ്ങൾ അത് ജയിക്കാൻ എളുപ്പമായി തീരും. അങ്ങനെയൊരു അവസ്ഥയിലാണ് നമ്മുടെ പിതാക്കന്മാർ ഈ പോരാട്ടത്തെ ജയിച്ചത്. പ്രൈസ് ദി ലോർഡ്. അവർക്കൊന്നുമില്ലായിരുന്നു, ഉണ്ടായവർ സകലം വിട്ട് അവരെ പുറത്താക്കി, ചാണകം തെളിച്ച് പുറത്താക്കിയ അനുഭവങ്ങൾ ഈ ഗ്രാമത്തിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ചിന്തിക്കുന്നു. എനിക്കറിയില്ല, പക്ഷേ കേട്ടുകേൾവിയിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. കേരളം മുഴുവനും അങ്ങനെയായിരുന്നു, പുറത്താക്കിയവർ. പ്രൈസ് ദി ലോർഡ്. പിന്നെന്താ, അവർ ആത്മാവിൽ ആരാധിച്ച് പോരാടിക്കൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഒരു വീടല്ല, അവർക്ക് വേണ്ടി ഒരു ഹോളല്ല, എവിടെ അവർ ഇരിക്കുന്നോ അവിടെ ഭവനമായും, എവിടെ അവർ ഇരിക്കുന്നോ അവിടെ സഭയായി തീർന്ന അനുഭവങ്ങളാണ് കർത്താവ് ചരിത്രത്തിൽ എഴുതിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കർത്താവാത്മാവോട് ഈ ദിവസം സഹായിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്വർഗീയ പിതാവേ, സ്തോത്രം. ഈ ഹല്ലേലൂയ ഓഗസ്റ്റ് മാസം അവസാനത്തെ വെള്ളിയാഴ്ച ഞങ്ങൾക്ക് ദാനമായി നൽകി വൻ കൃപയോർത്ത് ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നപ്പാ. ഞങ്ങൾ ദൈവ പോരായ്മകളുണ്ടല്ലോ താവേ, ഞങ്ങളുടെ ബലഹീനതയെല്ലാം അറിഞ്ഞ് ഞങ്ങൾ ഉള്ളം കയ്യിൽ വഹിക്കുന്ന അങ്ങയുടെ വീര്യപ്രവൃത്തികൾക്കായി സ്തോത്രം. യഹോവ ഈരയായി, യഹോവ ശാലോമായി, യഹോവ നിസിയായി ഒക്കെ കർത്താവ് ഇന്നയോളം ദൈവസഭയ്ക്ക് വേണ്ടി, ദൈവദാസൻ കുടുംബത്തിന് വേണ്ടി, ഈ ദേശത്തായിരിക്കുന്ന സഭകൾക്ക് വേണ്ടി, അതാവേ മാത്രമല്ല കേരളത്തിലും ഇന്ത്യയിലും ലോകം പാടുള്ള ഓരോ വിശ്വാസിക്ക് വേണ്ടി കർത്താവ് വെളിപ്പെട്ട് വന്ന അങ്ങനെ താവേ ദയോർത്ത്, അങ്ങനെ വിശ്വസ്തയോർത്ത് താവേ ഞങ്ങൾ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്ത് അങ്ങയുടെ ഉള്ളം കൈ ഞങ്ങൾ വഹിച്ച്, അതേ ഹല്ലേലൂയ സ്തോത്രം. യോർദാനെ കണ്ടപ്പോൾ ഹല്ലേലൂയ യോർദാനെ വിഭാഗിച്ച ദൈവത്തെ പ്രവൃത്തി ആണ്ടുകൾക്ക് മുമ്പേ അതേ സ്തോത്രം ഹല്ലേലൂയ കർത്താവ് ചെയ്ത പ്രവൃത്തികൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന വൻ കൃപയ്ക്കായി സ്തോത്രം. അങ്ങയുടെ കരം കുറുകിപ്പോയിട്ടില്ല ഇന്നും, അതേ അങ്ങയുടെ കരം കുറുകിപ്പോയിട്ടില്ല. ഹല്ലേലൂയ വിടുവിപ്പാൻ, സൗഖ്യമാക്കുവാൻ, ഞങ്ങളെ ബലപ്പെടുത്തുവാൻ, ഞങ്ങളെ താങ്ങുവാൻ, അതേ ഞങ്ങളെ വീണ്ടും പണിയുവാൻ അങ്ങ് ബലവാനാകാൻ ഞങ്ങൾ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ദൈവസഭയ്ക്കായി സ്വന്തം പ്രവർത്തനങ്ങൾക്കായി സ്തുതിക്കുന്നു. താങ്കളുടെ ദാസൻ ജോയ്പാസും കുടുംബത്തിനായി സ്തോത്രം. ശക്തിയോടെ കർത്താവ് ഉപയോഗിക്കുന്ന കൃപകൾക്കായി സ്തുതിക്കുന്നു. വീണ്ടും താവ് ഈ നാളുകൾ ഈ ദേശത്ത് അങ്ങനെ നാമത്തെ ഒരുമിച്ച് ഉയർത്തുവാൻ ദൈവസഭയെ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്നിനും താവെ കുറവില്ലാത്ത സഭയായി കർത്താവ് അനുഗ്രഹിക്കണമേ, കർത്താവ് വളർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൻ നിറവിൽ ആത്മശക്തിയാൽ ഈ ദിവസങ്ങൾ മുന്നേറുവാൻ ദൈവസഭയെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. 2023 കഴിയും മുമ്പേ തന്നെ അതാവെ ചില ജീവിതങ്ങൾ അതേപോലെ അനേക കുടുംബങ്ങളെ ദൈവാത്മാവെ കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി ആത്മാവിനെ സജ്ജമായി തീരുവാൻ ഹല്ലേലൂയ സ്തോത്രം. ദൈവഹിതപ്രകാരം പരിശുദ്ധാത്മാവിന്റെ ആലോചന പ്രകാരം കാര്യങ്ങൾ മുന്നോട്ട് വെക്കുവാൻ കർത്താവ് ദൈവസഭയെ സഹായിക്കണമെന്ന് ഇവിടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് നൽകിയ നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം. അല്പസമയം അതേപോലെ അടിങ്ങൾക്ക് അതേ സ്തോത്രം സഭയിൽ വന്ന് നാമത്തെ മഹത്വപ്പെടുത്തുവാനും വിവിധ വിഷയങ്ങൾ ഓർത്ത് ഒന്നിച്ച് ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ സഹായിക്കായി സ്തോത്രം. അടിയന്റെ താവേശം പങ്കുവെച്ച സാക്ഷ്യം അതാ ദൈവസഭയ്ക്ക് അനുഗ്രഹമാക്കി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ കടന്നു വരാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾക്കായി അതാ യൗവനക്കാർക്കായി സ്തുതിക്കുന്നു. ദൂരദേശത്തിൽ ആയിരിക്കുന്ന താവ്യങ്ങൾ ജോലിക്കാർക്കായി സോറിമാർക്കായി സ്തോത്രം ചെയ്യുന്നു. വേലയ്ക്ക് കടന്നുപോയ താവേ സ്വന്തം കർത്താവ് കുടുംബങ്ങൾക്കായി സ്തുതിക്കുന്ന അവർ ആയിക്കുന്ന ദേശത്ത് അതാവേ ആ ദേശങ്ങൾ നേടുവാൻ ഇവിടെ ദൈവകൃപയും ആത്മശക്തി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്നിനാലും ഭാരപ്പെട്ടു പോകാൻ ക്ഷീണിച്ചു പോകാൻ കർത്താവ് ദാസന്മാരുടെ ഇടപെടലേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ ഹല്ലേലൂയ കർത്താവേ അവിടെയും അതേ പോരാടിക്കൊണ്ട് തന്നെ അതേ നിൽപ്പാൻ കർത്താവ് ഇന്നയോളം സഹായിച്ച പോലെ ഇനിയും അങ്ങയുടെ സമയം വരെ കർത്താവ് ചെയ്യണമേ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഇനിയും കൂടുതൽ യൗവനക്കാർ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച് അതേപോലെ ഞങ്ങൾ കുഞ്ഞുങ്ങൾ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച് കടന്നു പോകുന്ന അനുഭവങ്ങൾ ദൈവാത്മാവ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവപ്രവൃത്തിക്കായി സ്വന്തം പ്രാർത്ഥനയായി സ്തുതിക്കുന്നു. ആത്മീയമായ ഭൗതികമായ സാമ്പത്തികമായ ശാരീരമായ പിതാവാം ദൈവത്തിന് പുത്രനായ യേശു ക്രിസ്തുവിനെയും പരിശുദ്ധാത്മ നാമത്തിൽ ദൈവസഭയും ദൈവദാസ കുടുംബത്തൊക്കെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. താവേശം എല്ലാ കൂട്ടായ്മകൾക്കായി സ്വന്തം എല്ലാ താവേശം ഹല്ലേലൂയ അതേപാ നൽകിയ വചനങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. പ്രാർത്ഥനയായ സ്തോത്രം സകലവും ഞങ്ങൾക്ക് ജീവൻ നൽകിയ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സമയം ഞങ്ങൾ ദൈവദാസനോട് നന്ദി. പ്രാർത്ഥിക്കുന്നത്
ആമേൻ.